അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റഫീഖൊക്കെ പറഞ്ഞ മസാല ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ റഫീഖൊക്കെ ഉണ്ടല്ലോ, സൗദിയിലുള്ള റഫീഖൊക്കെ ഉണ്ട്, ഒരു യൂട്യൂബർ. ആൾ പറഞ്ഞതിൻ്റെ അടുത്ത് ആളെ മസാല ദോശ ഉണ്ടാക്കണം പറഞ്ഞു. പക്ഷെ പറഞ്ഞത് മിനിഞ്ഞാന്നാണ്. അന്ന് നമ്മൾ ദോശയ്ക്കൊന്നും അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ആളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ മസാല ദോശ ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പോൾ മസാല ദോശയും പിന്നെ ചട്നി ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, എല്ലാം കൂടിയിട്ട് നമ്മൾ കടയിലൊക്കെ കഴിക്കണ പോലെ അത്ര അങ്ങോട്ട് വന്നില്ലെങ്കിലും ഏകദേശമൊക്കെ അതുപോലെയൊക്കെ ആയിട്ടാണ്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മസാല ദോശയൊക്കെ കഴിച്ചു, അടിപൊളിയായിട്ടിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചായയുടെ കടി അങ്ങനെ മസാല ദോശയും ചായയും ഒക്കെ ആയിരുന്നു. ഇതുപോലത്തെ നല്ല ചായയുടെ കടിയുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാട്ടാ. പരിഗണിക്കുന്നതായിരിക്കും. ഞാൻ പരിഗണിക്കില്ല, നല്ലത് നിങ്ങൾക്കും നല്ലത്. ഞാൻ അങ്ങനെ എല്ലാതും പരിഗണിക്കാറൊന്നുമില്ല. നാളെ നമുക്ക് ഉണ്ടാക്കണത് പുട്ടും പഴമായിരിക്കും കേട്ടോ. പഴമായിരിക്കുന്നുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് പുട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നും അങ്ങനെ ഇവർക്ക് നല്ലത് ഉണ്ടാക്കി കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ തമ്പനയിൽ കൊടുത്ത പോലെ തമ്പനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അമ്മായിയമ്മേനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ എല്ലാവരും യൂട്യൂബിലും ടി വിയിലും പത്രത്തിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഒരു അമ്മേനെ, അതായത് സ്വന്തം അമ്മേനെ പുറത്താക്കണതും അമ്മായിയമ്മയാണത് പുറത്താക്കണതും തല്ലണതും പിടിച്ച് ഉന്തണതും ഒക്കെ കണ്ടില്ലേ നമ്മൾ വീഡിയോയിൽ. എന്തൊരു പാവം പിടിച്ച ഒരു അമ്മയാണല്ലേ. അമ്മേനെയാണ് പിടിച്ചിട്ട് ഉന്തണതും ആ കുട്ടീനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുന്നതും പിന്നെ കമിഴ്ന്നടിച്ചിട്ട് അത് വീഴുന്നതും ഒക്കെ. അപ്പം നമ്മളൊക്കെ എന്തൊക്കെ സഹിച്ചിട്ടാണ് നിന്നിരിക്കുന്നത്. ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യൂല കേട്ടോ. എന്തൊക്കെ ചെയ്താലും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോരുള്ളൂ. നമ്മളൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കില്ല. അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിഷമമായി. ഞാൻ കുറേ ദിവസമായി അത് നമ്മുടെ വീഡിയോയിലൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. പക്ഷേ എന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് എന്താ പറയുക, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ വിഷയം ഞാൻ മറക്കും. ഇന്നതെന്തായാലും ഞാൻ ഓർത്തിരുന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും ജീവിക്കുന്ന രീതികളും ജീവിക്കുന്ന ചുറ്റുപാടുകളും ഒക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഒരേപോലെ ഒന്നല്ലെങ്കിൽ ഒന്നുകൊണ്ട് ഓരോ ഇടങ്ങറുകളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ എൻ്റെ ചാനൽ കണ്ടിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ജീവിത രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ വാഴാനിയിൽ നിന്നിരുന്നതും നമ്മളവിടുന്ന് പോരേണ്ട അവസ്ഥകളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഞാൻ ഈ 3 മക്കളെയും കൊണ്ടിട്ട് അവരുടെ അടുത്ത് തർക്കിക്കാനോ മത്സരിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. നമുക്ക് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ അങ്ങനെ റഷീഖ പറഞ്ഞു പോന്നോളാൻ പറഞ്ഞു, വേറെ വീട് നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോന്നു. അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ അടിച്ച് ഉന്തിയിട്ട ആ സ്ത്രീ ഉണ്ടല്ലോ, അതിനൊന്നും എന്താ പറയുകയെന്ന് പോലും എനിക്ക് അറിയണില്ല. ടീച്ചറാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ടീച്ചർമാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒരു മനസ്സാക്ഷി ഇല്ലാണ്ട്. ആ അമ്മ എന്തൊക്കെ സഹിച്ചിട്ടാണ് കമിഴ്ന്നടിച്ചിട്ടൊക്കെ വീണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് ഇതൊക്കെ കണ്ട് വളർന്നു കഴിഞ്ഞാലാണ് അവർക്കും ഇത് തിരിച്ച് കിട്ടുക. അവരുടെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ആ ഒരു ടീച്ചറാന്ന് പറഞ്ഞ ആ സ്ത്രീനെ ഇനിയിപ്പോൾ ആ കുട്ടി ഇത് കണ്ടിട്ടല്ലേ വളരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ആ കുട്ടീനെ കൊണ്ട് തന്നെ അനുഭവിക്കും. പക്ഷേ നമ്മുടെ മക്കൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞവരുണ്ട് കേട്ടോ, കാണാൻ നമുക്ക് നിനക്കൊരു മകൻ വലുതാവും, 2 മക്കൾ വലുതാവണതല്ലേ, നിനക്ക് 2 ആൺകുട്ടികൾ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരെ അങ്ങനത്തെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു അവസരത്തിൽ. നിനക്ക് 2 ആൺമക്കളുള്ളതല്ലേ, നീ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ മക്കൾക്കറിയാം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും ഞാനവിടെ വഴക്കുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊക്കെ. എന്തായാലും കുഞ്ഞുവിന് അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ആളാണല്ലോ, അവനതറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല കേട്ടോ. പിന്നെ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അവരുടേതായ ജീവിതങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കുറേയൊക്കെ നമ്മൾ ഇടപെടാതിരിക്കുക, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കുറേയൊക്കെ പിന്നെ അവർ തെറ്റായ രീതിയിലേക്ക് പോകുന്നെങ്കിൽ നമുക്ക് പറയാനും തിരുത്താനും തല്ലാനും ഒക്കെ അധികാരമുണ്ട്, നമ്മളത് ചെയ്യണം. പിന്നെ അവരുടേതായ ജീവിതങ്ങൾ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ പങ്കുചേരുക, അവരുടെ അഭിപ്രായത്തിൽ നമ്മളും കൂടി നല്ലതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അല്ലാട്ടെ എങ്ങനെയാട്ടെ മോനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എടുക്കണവരാണെങ്കിൽ അത് എടുക്കും, അല്ലാത്തവരാണെങ്കിൽ അത് തള്ളിക്കളയും, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ചെയ്തതൊക്കെ നമ്മുടെ മക്കൾ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ കൊണ്ട് മക്കളെ കൊണ്ട് അനുഭവിക്കുന്നു കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് മുത്തശ്ശീനെ തല്ലിപ്പിക്കുക,
അത് മുടി പിടിച്ച് വലിപ്പിക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് തിരിച്ച് കിട്ടിയെന്ന് വരും. അത് തിരിച്ച് കിട്ടണമല്ലോ, കാലം തെളിയിക്കണമല്ലോ, എന്നാലല്ലേ കഥ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ ഒരുപാട് അമ്മമാർ മരുമക്കളെ കൊണ്ട് ബുദ്ധിമുട്ടണു, ഒരുപാട് മരുമക്കൾ അമ്മായിമാനെ കൊണ്ട് ബുദ്ധിമുട്ടണു. എന്തൊക്കെയല്ലേ ലോകത്ത് നടക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു മനസ്സും നമുക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മളിപ്പോൾ ഹാപ്പിയാണ്, നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് നാളൊക്കെ അവിടെ ബുദ്ധിമുട്ടി, എന്നാലും ഇറങ്ങി പോരുമ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി, അൽഹംദുലില്ലാ. എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ, അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നാണ് എനിക്കത് ഓർമ്മ വന്നത് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഇന്ന് നമുക്ക് മോരുകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോരുകറിയൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെച്ചു. അപ്പോൾ ഒരുപാട് വട്ടം ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നാടൻ കുമ്പളങ്ങ കിട്ടുമ്പോൾ ഞാൻ അപ്പോൾ മോരുകറി വെച്ചു. അപ്പോൾ എനിക്ക് ശില്പയാണ് കുമ്പളങ്ങ തന്നത്. അവൾ അവിടെ സണ്ണേൻ്റെ കടയിൽ കുമ്പളങ്ങ വന്നപ്പോൾ അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു കഷ്ണങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആ വീട് ശില്പയുടെ ഭർത്താവ് അനീഷ് ക്രിസ്മസ് കാരണം നക്ഷത്രങ്ങളൊക്കെ കൊടുന്ന് തൂക്കി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വടക്കാഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ക്രിസ്മസിൻ്റെ ആഘോഷമുണ്ട് സ്കൂളിൽ. അപ്പോൾ അവർക്ക് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട്, ചുവപ്പ് ഡ്രസ്സോ അല്ലെങ്കിൽ വെള്ള ഡ്രസ്സൊക്കെ വേണം പറഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വടക്കാഞ്ചേരിക്ക് പോയതാണ് കേട്ടോ. നിങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് കണ്ടത്. അപ്പോൾ കുഞ്ഞുവിന് ഞാൻ കടയിൽ നിന്ന് ഒരു സമൂസ വേണം പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു കൊടുത്തു. അത് സ്കൂളിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു കട ഉണ്ടായിരുന്നു, തട്ടുകട ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് ഗിഫ്റ്റ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളട്ടെ, വെറുതെ ഒന്ന് അറിയാലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വടക്കാഞ്ചേരി പോയിട്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ച് പോന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കൊന്നും കൂട്ടാനൊന്നും വെച്ചില്ല കേട്ടോ. എവിടെയെങ്കിലും പോയി വന്ന് പിന്നെ കറി വയ്ക്കാൻ മടിയാണ്. പിന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്നും കറണ്ടിന് ഓരോ പണികളാണ്. അപ്പോൾ ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ടൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ വൈകിട്ടാണ് കറിയൊക്കെ വെച്ചതും. ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തുണികളൊക്കെ അവിടെ കഴുകാനല്ല മടക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കട്ടിൻ്റെ മുകളിൽ. അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കണം. ഇഷ്ടമില്ലാത്ത പണികളിൽ ഒരെണ്ണമാണ് തുണികൾ മടക്കൽ. എനിക്ക് ചില സമയത്ത് തുണികൾ മടക്കാൻ ഇഷ്ടം, ചില സമയത്ത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ചില സമയത്ത് ഞാൻ മടക്കാതെ അത് അങ്ങനെ തന്നെ താഴ്ത്തി ഇറക്കി വയ്ക്കും. രാവിലെ എടുത്ത് കട്ടിൻ്റെ മുകളിൽ കയറ്റിച്ചിട്ട് രാവിലെ ഇരുന്ന് മടക്കും കേട്ടോ. അങ്ങനെ ചിലപ്പോൾ നല്ല മടിയുണ്ടാവും, ചിലപ്പോൾ ഇരുന്ന് അങ്ങോട്ട് മടക്കും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവരെ തന്നെ അവരുടെ കൊട്ടയിലൊക്കെ കൊണ്ടുപോയി വയ്ക്കും. എൻ്റെത് ഞാനും അലമാരയിൽ വയ്ക്കണ്ട, അലമാര വയ്ക്കുന്നത് അവർക്ക് പറ്റില്ല. അവരത് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരഞ്ഞാൽ കാണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മടക്കി വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവളുടെ ഉടുപ്പാണ് ഞാൻ അതിന് മുന്നേ കാണിച്ചത്. അവളുടെ ഉടുപ്പാട്ടോ ഞാൻ വാങ്ങിച്ച ഉടുപ്പ് മേടിച്ചു പറഞ്ഞില്ല, വെള്ളയും ചുവപ്പും കൂട്ടിയിട്ട് ഒരു ഉടുപ്പ് വാങ്ങിച്ചു. പിന്നെ ആ ചുട്ടന് ഒരു ടീഷർട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞുവിന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അവൻ്റെ സ്കൂളിൽ അങ്ങനെ ചുവപ്പും വെള്ളി ഇട്ടിട്ട് വരണമെന്നുള്ള യൂണിഫോമിൽ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ അവന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തുണികളൊക്കെ മടക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ആ ചുട്ടനാട്ടോ പറഞ്ഞു.